Please like and subscribe. അപ്പോൾ എല്ലാവർക്കും വീണ്ടും റാൻഡം റൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടിയാണ്, സീ ഫുഡ് വെച്ചിട്ട് ഒരു സലാഡ്. സീ ഫുഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ക്രാബ്, പ്രോൺസ്, സ്ക്വിഡ് ഈ 3 സാധനം വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീ ഫുഡ് സലാഡ്, ഫ്യൂഷൻ സ്റ്റൈല്. അപ്പം അതിനാദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതില്ലേ 3 ഐറ്റം ഇല്ലേ, ക്രാബ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. അത് വേവിച്ചെടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സലാഡിന് വേണ്ടിയിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കും. ആ സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. വേറെ വലിയ കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വേവിക്കുന്നു, ഒരു സലാഡ് ഡ്രസ് ഉണ്ടാക്കുന്നു, കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞിട്ട് എടുക്കും, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് അപ്പം ആദ്യം നമുക്ക് ഇപ്പോൾ ഈ ക്രാബ് ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം ബോയിലിംഗ് ടൈം കൂടുതൽ, കുറച്ച് വേവ് കൂടുതൽ. അപ്പം നമുക്ക് ആദ്യം ക്രാബ് ഇട്ടിട്ട് ക്രാബ് ഒന്ന് ഇതായതിനു ശേഷം മാത്രം നമുക്ക് പ്രോൺസും സ്ക്വിഡും ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് അധികം നേരിട്ട് വേവിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് ഇതിട്ടാൽ മതി. നമുക്ക് ആദ്യം ക്രാബ് മാത്രം ഇടാം. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, മറന്നുപോയി. കുറച്ച് ഉപ്പും കൂടിയും ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതൊന്ന് വെച്ച് ഇനി ബാക്കി നമുക്ക് നമ്മുടെ സ്ക്വിഡും മറ്റേ ചെമ്മീനും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്ക്വിഡൊക്കെ ഒരുവിധം നന്നായി കിട്ടും. നമുക്ക് ഇതൊന്നും എടുത്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. ക്രാബൊക്കെ ഒരുവിധം വെന്ത് തിളക്കട്ടെ. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനൊരു സലാഡ് ഡ്രസ്സർ വേണം. സലാഡ് ഡ്രസ്സ് എന്ന് പറയില്ലേ നമ്മൾ. അപ്പം അതിന് ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചോപ്പറിലേക്ക് കുറച്ച് ഗാർലിക്, പിന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ചില്ലി ഫ്ലേക്സ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഈ ചോപ്പറിൽ വെച്ചിട്ട്. ഓക്കെ, ഈ ചോപ്പറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പറിൽ ഇത് നന്നായിട്ട് ചെറിയ പീസായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രസ്സറിന് വേണ്ടിയിട്ട് ഇതൊരു നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, അധികം വേണ്ട. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം ആഡ് ചെയ്യുന്നില്ല, അത്ര കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പിഞ്ച് ഓഫ് ഷുഗർ. ഇത് ഷുഗറും കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്യും, അധികം വേണ്ട. അതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് സോയി സോസ്, പിന്നെ കുറച്ച് നമ്മുടെ ഗ്രീൻ ചില്ലി. ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ, നമ്മൾ കുറച്ചൊരു ചില്ലി വിനെഗർ ഒരെണ്ണം കിട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു പച്ചമുളക് കിട്ടുന്നുണ്ട്, ചില്ലി വിന്, അതും കൂടി നമ്മളിലേക്ക് 4-5 ലൈമ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരെണ്ണം ഒഴിച്ചു, രണ്ടാമത്തെ നാരങ്ങയുടെ ജ്യൂസ് ഇത് ഒഴിക്കുന്നു. തൽക്കാലം നമ്മൾ 2 നാരങ്ങയുടെ ജ്യൂസ്, കാരണം വിനെഗർ ഉള്ളത് കാരണം നമ്മൾ 2 നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കും. നമുക്ക് നോക്കിയിട്ട് പിന്നെ ഫൈനലി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. തൽക്കാലം ഞാൻ 2 നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റൈലൊക്കെ തായ്ലൻഡ് സ്റ്റൈൽ അത് യൂസ് ചെയ്യുന്ന ഒരു സലാഡ് ഡ്രസ്സർ പോലെയൊക്കെ ഇല്ലേ, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഓണിയൻ്റെ മുകളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഓണിയൻ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടുന്നു. ഓക്കെ, നമ്മൾ ടൊമാറ്റോ ഞാൻ ഓൾറെഡി നന്നാക്കി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചെയ്യുമ്പോൾ കുരു കളഞ്ഞിട്ട് ആ ഒരു പോർഷൻ, ആ തൊലിയുടെ ആ ഒരു പോർഷൻ മാത്രമേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇവിടെ വെക്കുന്നു. ഞാൻ കുറച്ച് റെഡ് ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം നമ്മളിവിടെ വെക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ്, ഈ ക്യാരറ്റ് ഇങ്ങനെ അന്ന് ഞാൻ കുക്കുംബർ അരിയുന്നില്ലേ, അതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ക്യാരറ്റ് അരിയാം. അപ്പോൾ ഞാൻ ക്യാരറ്റും അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു വയലറ്റ് ക്യാബേജ്. സലാഡ് ഉണ്ടാക്കാനാണ് നമ്മൾ കൂടുതൽ ഈ ഒരു വയലറ്റ് ക്യാബേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വയലറ്റ് ക്യാബേജും കൂടി അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു മസ്റ്റ് ആയിട്ടുള്ള സാധനം, നിങ്ങൾ ഏത് സലാഡും കണ്ടാലും നിങ്ങൾക്ക് കാണാം ഈ സ്പ്രിംഗ് ഓണിയൻ എല്ലാവരും ആഡ് ചെയ്യും. ഇതിൻ്റെ ഒരു സലാഡിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ വെന്തുണ്ടോ എന്ന് നോക്കി നോക്കാം. ഞാനതൊന്ന് തീയൊന്ന് സിമ്മിലാക്കി. ഓക്കെ, ഇപ്പോൾ ഇതൊരുവിധം വെന്തുണ്ട്, കണ്ടാ, എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റിയാണ്.
അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നമ്മുടെ മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. ഏതായാലും മീനിൻ്റെ കടലിൻ്റെ ഐറ്റംസ് ആണല്ലോ. അപ്പോൾ നമുക്ക് മീൻ ചട്ടിയിൽ തന്നെ നമുക്ക് പരിപാടി ചെയ്യാം. നമുക്ക് നമ്മുടെ മീറ്റുകളല്ലാതും നമുക്ക് ഈ സാധനത്തിലേക്ക് ഇടാം. ഞാൻ ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ സാലഡ് ഡ്രസ്സർ ഇല്ലേ, സാലഡ് ഡ്രസ്സർ ആദ്യം ജസ്റ്റ് ഒന്ന് ഇതിടുന്നു. ഫുള്ള് ഞാൻ ഇടുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ബാക്കി സാലഡ് ഡ്രസ്സർ ഒഴിക്കാം. ഒന്ന് ഇതിന് മീറ്റിൻ്റെ മുകളിൽ സ്പെസിഫിക് ആയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സലാഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ തന്നെ ഇത് തന്നെ ആഡ് ചെയ്യുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്യൊന്നും വേണ്ട, അല്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തന്നെ അതൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് ഇടുക. നന്നായിട്ട് വീണ്ടും ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയല്ല. ഈ സലാഡ് ഡ്രസ്സറില്ലേ, ആ സാധനം കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഒരു കാര്യം ഓർമ്മ വന്നേ, നിങ്ങളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ. നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കണം പെട്ടെന്ന്, നിങ്ങൾ ഏറ്റവും ഒരു കണ്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഏതായാലും, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു ഉത്തരം പറയാനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരു സിനിമ നമ്മുടെ മനസ്സിലേക്ക് അത്ര പെട്ടെന്ന് വരില്ലല്ലോ. അപ്പം എന്നോട് അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഏത് സിനിമയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്നുമല്ല, ഞാൻ ഈ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന, നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് കാണുന്ന സിനിമകളില്ലേ, അങ്ങനത്തെ ഉള്ള സിനിമയാണ്. മമ്മൂട്ടിയുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാൻ പക്ക മോഹൻലാൽ ആരാധകനാണെങ്കിലും അങ്ങനെയല്ല, നല്ല സിനിമകളോടുള്ള, പക്ഷെ മോഹൻലാലിനോട് എനിക്ക് കുറച്ചുകൂടി നാച്ചുറൽ അഭിപ്രായമാണ്. മോഹൻലാലിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പക്ഷെ അത് അന്നത്തെ ഇറങ്ങിയ കാലത്ത് അത്ര വലിയ വിജയിച്ചിട്ടുള്ള സിനിമയൊന്നും അല്ല. രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധാ ഒരു പടം പോലെ തോന്നുമെങ്കിലും എന്താ പറയുക, അതായത് ഒരാൾ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ജീവിതം, അയാൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കാൻ ഭയങ്കര, പ്രത്യേകിച്ച് യാതൊരു കടപ്പാടുകളും ബന്ധങ്ങളും ഒന്നും ഇല്ലാതെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു ലോഡ്ജ് മുറിയിലെ കുറേ ബുക്കുകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരാളുടെ കഥയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ടുനോക്ക്, നഷ്ടാവില്ല. അപ്പം സമയം കിട്ടുകയാണെങ്കിൽ ഞാനൊരു മൂവി സജഷൻ പോലെ എല്ലാ ദിവസവും പറയാമെന്ന് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളും അങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. സമയം കിട്ടുകയാണെങ്കിൽ കയ്യൊപ്പം എന്ന് പറഞ്ഞ പടം കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ടേസ്റ്റിങ്ങിൻ്റെ പരിപാടി നോക്കി നോക്കാം. ട്രയലിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1 by 1 ഐറ്റംസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ആദ്യം നമുക്ക് നമ്മുടെ സ്ക്വിഡ് കൂന്തൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളി. നമുക്ക് ചെമ്മീൻ്റെ പീസസ് നോക്കിയോ, പെർഫെക്റ്റ്യോ എന്ന് പറയില്ലേ. നമുക്കൊരു ക്രാബിൻ്റെ അടിപൊളി. ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഇതൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യാം. ഇങ്ങനെ വേണം ഇതുണ്ടാക്കി കഴിക്കാൻ. ഇതാണ് നമ്മുടെ സീ ഫുഡ് സലാഡിൻ്റെ ഒരു ഫൈനൽ ഇതിട്ട എല്ലാ സാധനങ്ങളും. നമുക്ക് കുറച്ച് വെജീസിൻ്റെ കൂടെ എടുത്ത് വെജീസ് കൂടി കഴിച്ചേക്കാം. അതിൻ്റെ കൂടെ ഒരു കൂന്തളൊക്കെ എടുത്ത് ഈ വെജീസിൻ്റെ കൂടെ അതിന് നോക്കിയേക്കാം. ഒന്നും പറയാലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.